ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ക്ലാസ് റൂം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഐ ആണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഐ വരച്ചെടുക്കാൻ പറ്റും. ഏത് കൊച്ചു കുട്ടികൾക്കും വരക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കറക്റ്റായിട്ട് വാച്ച് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി നിങ്ങൾ 5-10 മിനിറ്റ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക കേട്ടോ. പിന്നെ ഇത്തരം വർക്കുകളൊക്കെ 2-3 പ്രാവശ്യമൊക്കെ ചെയ്തെങ്കിൽ മാത്രമാണ് നിങ്ങൾക്കത് തറവായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ചിലരെങ്കിലും പറഞ്ഞിട്ടുണ്ട് വീഡിയോ കുറച്ച് ലെങ്തി ആവുന്നുണ്ട് എന്നുള്ളത്. കാരണം നമ്മൾ ഇത്തരം വീഡിയോസൊന്നും ക്രിയേറ്റ് ചെയ്യുന്നത് വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ടല്ലല്ലോ. ഇത് ഡ്രോയിങ് പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാലും ഞാൻ എപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ അത് കാണാനും പറ്റും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഭാഗങ്ങൾ മനസ്സിലാവാത്തത് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് ചോദിക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലൊരു കമൻറ്റോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു റിപ്ലൈയോ നിങ്ങൾ തരാൻ നോക്കുക. പിന്നെ എന്തെങ്കിലും ഇൻഫർമേഷനോ കാര്യങ്ങളോ, അതായത് നമ്മുടെ വീഡിയോസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതായത് വീഡിയോസ് കുറച്ചുകൂടി നന്നാക്കണം എന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ തരിക കേട്ടോ. അപ്പോഴാണ് നമ്മൾ പുതിയ ചേഞ്ചസ് നമ്മുടെ വീഡിയോസിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. പിന്നെ ഞാനിതിൽ എന്താ പറയുക, ഓരോ പെൻസിലിൻ്റെയും കളേഴ്സ് പറയുന്നില്ല. നിങ്ങൾ കറക്റ്റായിട്ട് വാച്ച് ചെയ്തിട്ട് നന്നായിട്ട് വരയ്ക്കുക കേട്ടോ. വരച്ചതിന് ശേഷം എല്ലാവരും അയച്ചു തരിക. ഓക്കെ. അപ്പോൾ നമ്മൾ പിങ്കാണ്, ലൈറ്റ് പിങ്കാണ് ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ തന്നെ നന്നായിട്ട് വാച്ച് ചെയ്തതിന് ശേഷം പ്രാക്ടീസ് ചെയ്യുക. 2-3 പ്രാവശ്യമെങ്കിലും ഓരോ വർക്കും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് വരക്കാൻ പറ്റുള്ളൂ. ഒറ്റയടിക്ക് വരച്ച് കംപ്ലീറ്റ് ആക്കുമ്പോൾ നമ്മുടെ ആ പിക്ചറിന് ആ ഒരു പെർഫെക്ഷൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ നിങ്ങൾ ടൈം എടുത്തിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടൊരു വർക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മടി കൂടാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനലിനെ പറ്റി എല്ലാവരോടും പറഞ്ഞു കൊടുക്കുക കേട്ടോ. നിങ്ങളെ സ്റ്റാറ്റസിലും മറ്റുമൊക്കെ ഉൾപ്പെടുത്തുക. അപ്പോഴാണ് നമുക്ക് കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് ടോണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ലൈറ്റ് പിങ്കാണ്. സെക്കൻഡ് ടോണ് യെല്ലോ ഓക്കറാണ് കേട്ടോ. യെല്ലോ ഓക്കർ എന്ന് പറഞ്ഞാൽ ഈ ഒരു മഡി എഫക്റ്റ് ഉള്ള കളറാണ്. ഞാൻ നേരത്തെ കളറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല എന്ന് പറഞ്ഞു. പിന്നീട് എനിക്ക് ഡൗട്ട്, കാരണം ചെറിയ കുട്ടികൾ വന്നിട്ട് ഇത് നോക്കുമ്പോൾ അവർക്ക് ഇതൊന്നും മനസ്സിലായില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ വീണ്ടും സൗണ്ട് കൊടുക്കുന്നത്. കാരണം സൗണ്ട് ഇല്ലാതെ വെറുതെ മ്യൂസിക് ഇട്ടിട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്കത് കുറഞ്ഞ സമയം കൊണ്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കരുതിയിട്ടാണ്. പക്ഷേ ചെറിയ കുട്ടികൾ വന്നിട്ട് കാണുമ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ഐറിസിൻ്റെ അവിടെയായിട്ട് നമ്മൾ സിൽവർ കളർ പെൻസിലാണ് യൂസ് ചെയ്തത് കേട്ടോ. പക്ഷേ സിൽവർ കളർ പെൻസിൽ അത്ര കളർ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ആർട്ട് ലൈനിൻ്റെ പെൻസിൽ വെച്ചിട്ടാണ് ആ ഒരു എഫക്റ്റ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, അതായത് ഇതിൽ കാണിച്ചിട്ടുള്ള അതുപോലെ തന്നെ ലൈറ്റ് ടോൺ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഡാർക്കിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുള്ളൂ കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നേരിട്ട് തന്നെ പോയിട്ട് ഒറ്റയടിക്ക് തന്നെ ഡാർക്ക് ടോണിൽ കൊണ്ടുപോയിട്ട് വെക്കരുത്. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തെങ്കിലാണ് നമുക്ക് ആ ഒരു ഒറിജിനൽ ഫീലിംഗ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ വളരെ വൃത്തിക്ക് ചെയ്ത് പഠിക്കുക കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഹൈലൈറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് പേപ്പറിൻ്റെ വൈറ്റ് ഒഴിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന്, അതായത് നമ്മൾ പഠിക്കാതെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐസൊക്കെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കാരണം 1-2 ടോണിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം അല്ലേ. ഇപ്പോൾ ഇതിങ്ങനെ വരച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് ഇത്രയും കളേഴ്സൊക്കെ അതിൽ യൂസ് ചെയ്യണോ എന്നുള്ള ഒരു സംഭവം തന്നെ മനസ്സിലാകുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ലൈറ്റ് പിങ്കാണ് ചെയ്യുന്നത്. അത് ചെയ്യുമ്പോഴും അതിൻ്റെ ഈ ഒരു കണ്ണിൻ്റെ ആ ഒരു കോണിൽ ചെറിയൊരു ഹൈലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ മറക്കാതെ ഒഴിച്ചിട്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ പേപ്പർ വൈറ്റൊക്കെ ഒഴിച്ചിട്ട് ഹൈലൈറ്റും മറ്റും കാണിക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു 3D എഫക്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഓരോ ഭാഗങ്ങളും നമ്മൾ നന്നായിട്ട് വാച്ച് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. കളർ കൂടിപ്പോകരുത്. നമ്മൾ ലൈറ്റിൽ നിന്ന് ഇങ്ങനെ ഡാർക്കിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യാറ് കേട്ടോ. നമ്മൾ ടൈമില്ലാതെ പെട്ടെന്ന് ചെയ്തെടുക്കുമ്പോൾ അത് വിചാരിച്ചൊരു പെർഫെക്ഷൻ ഉണ്ടായിക്കൊള്ളണം എന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് വാച്ച് ചെയ്യുക. കാരണം നിങ്ങൾ വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് കൂടുതൽ അറിവുകൾ കിട്ടുക. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് വാച്ച് ചെയ്തിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഐബോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള കളേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ആൻസർ ചെയ്യുക. കൂടാതെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് എന്താ പറയുക, നന്നായിട്ടുള്ള വർക്കുകളൊക്കെ എനിക്ക് അയച്ചു തരാം. പിന്നെ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കൂടി പറയാം കേട്ടോ.